സുന്ദരിയായ ഒരു യുവതി അവളുടെ കാറിലേക്ക് നടന്നു പോകവേ ഒരു യുവാവ് അവളെ സമീപിച്ച് ഫോൺ നമ്പർ ആവശ്യപ്പെട്ടു. അവൾ ഫോൺ നമ്പർ കൊടുത്തില്ല എന്ന് മാത്രമല്ല, അയാളെ വളരെ മോശം ഭാഷയിൽ ശകാരിക്കുകയും ചെയ്തു. അത് കേട്ടപ്പോൾ തന്നെപ്പോലെ ഒരാൾ അവളെ സമീപിച്ചത് അവളെ അപമാനപ്പെടുത്തുന്നതിന് തുല്യമായി പോയി എന്ന് അയാൾക്ക് തോന്നി. അപമാനഭാരത്തോടെ അയാൾ അവിടം വിട്ടു. പക്ഷേ അവരുടെ സംഭാഷണം കേൾക്കാനിടയായ ആ പെൺകുട്ടിയുടെ മൂത്ത സഹോദരൻ അവൾ എന്തിനാണ് അത്ര പരുക്കൻ ഭാഷയിൽ സംസാരിച്ചത് എന്ന് അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു, ആ ചെറുപ്പക്കാരന് എൻ്റെ അത്ര നിലവാരമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ സഹോദരൻ അവളെ കാറിൽ കയറ്റി ഒരു സിമിത്തേരിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ കല്ലറകൾ ചൂണ്ടിക്കാട്ടി അയാൾ അവളോട് ചോദിച്ചു, ഈ കൂട്ടത്തിൽ ഏറ്റവും ധനികനായ മനുഷ്യനെ കാണിച്ചു തരാമോ? അവൾ പറഞ്ഞു, അറിയില്ല. അയാൾ വീണ്ടും ചോദിച്ചു, ഈ കൂട്ടത്തിൽ ഏത് കല്ലറയിലാണ് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയുള്ളത്? അതിനും അവളുടെ മറുപടി അറിയില്ല എന്നായിരുന്നു. അപ്പോൾ അയാൾ ചോദിച്ചു, പിന്നെ എന്തിനാണ് നീ ഇത്ര അഹങ്കരിക്കുന്നത്? നിനക്കൊരിക്കലും നിന്റെ സൗന്ദര്യം കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകാനാവില്ല. മരിച്ച് ഏതാനും ദിവസം കഴിയുമ്പോൾ ഈ ശരീരം ജീർണിക്കുകയും ദുർഗന്ധം വമിക്കാൻ തുടങ്ങുകയും ചെയ്യും. നിന്റെ കാറും വലിയ വീടും മറ്റെല്ലാ ആസ്തികളും ഉപേക്ഷിച്ച് നീ മടങ്ങും. അതുകൊണ്ട് ജീവിതം നമ്മെ എളിമപ്പെടുത്തുന്നതിന് മുമ്പ് സ്വയം എളിമപ്പെടുക. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത് ശീലമാക്കുക. നമ്മൾ ശൂന്യരായി വന്നു, ശൂന്യരായി തന്നെ മടങ്ങും.